നമ്മുടെ BMW അടുത്തൊരു മസ്റ്റ് നീഡഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പെക്ട്രം ടയേഴ്സിൽ എത്തിയേക്കുവാണ് നമ്മുടെ ഇടപ്പള്ളിയിലുള്ളത്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ബാക്കിലത്തെ ടയർ തണ്ട മൊട്ടയായി ഇവിടുന്ന് മറ്റേ കമ്പി അല്ലെങ്കിൽ നൂലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നൊന്ന് റീപ്ലേസ് ചെയ്യുന്ന കോണ്ടിനെൻ്റലിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ടയറിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ BMW കൊണ്ടുനടക്കുന്നതിൻ്റെ അത് ഏറ്റവും വലിയ ചിലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടയർ തന്നെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ടയേഴ്സാണ് ഇടുന്നത്. ആ കാണുന്ന ഗ്രിപ്പ് അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ കണ്ട ഗ്രിപ്പുണ്ടെന്ന് തോന്നും, പക്ഷേ ഇതാണ്ട് അവിടെ നിന്നാണ്ട് കറക്റ്റ് നൂലുകൾ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കൊച്ചി തന്നെ പല കടയിലും വിളിച്ച് നോക്കി നമ്മുടെ ഈ സൈസ് ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സൈസ് പലയിടത്തും ഇല്ല. ഇവിടെ താണ്ട എല്ലാവിധ, അതായത് കൊച്ചിയിലുള്ള നമ്മുടെ സ്പെക്ട്രം ടയേഴ്സിൽ എല്ലാവിധ ടയേഴ്സിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. കോണ്ടിനെൻ്റലിൻ്റെ വലിയ ഡീലറാണെന്ന് തോന്നുന്നു ഇവർ. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി ഡിസ്കൗണ്ട്സും ഒത്തിരി ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം. കോണ്ടിനെൻ്റലിൽ മാത്രമല്ല എല്ലാം ഉണ്ടല്ലേ, എല്ലാ ടയറും ഇതല്ലേ നമ്മുടെ ഗ്രിപ്പ് വരുന്നത്. സോഫ്റ്റ് കോൺടാക്ട് 5 എന്ന് പറയും. കോൺടാക്ട് 5 അല്ലേ, നല്ല നല്ല സൂപ്പർ റോഡ് ബ്രേക്ക് എഫിഷ്യൻസി, നല്ല കംഫർട്ടബിൾ എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. ബ്രേക്കിംഗ് ഭയങ്കര. അപ്പോൾ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന നമ്മുടെ ടയർ. ഇത് തന്നെ അതിൽ കിടന്ന് എനിക്ക് തോന്നുന്നു 225/50 R17, അതായത് 17 ഇഞ്ച് 225 ഗ്രിപ്പ് 50 എന്ന് പറയുന്നത്. ഇത് XL എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല പെർഫോമൻസിന് വേണ്ടിയിട്ട് മെയ്ഡായിട്ടുള്ള ടയറാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവനിൽ ഇടാൻ പോകുന്നത്. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ടയർ തീരുന്നുള്ളത് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഈ ടയറിൽ എനിക്കൊരു തവണ കൂടെ ഡ്രിഫ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നൂല് തെളിഞ്ഞുകൊണ്ടൊരു പേടി, എങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിമ്മും എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പെൻസ് വരുന്നത് കൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നല്ല ഗ്രിപ്പ് ഉണ്ടെന്നുള്ളത്. നോക്കി, സ്ട്രെയിറ്റ് ലൈൻ, അവിടെ ഒരു ഗ്രിപ്പ് പോലും നമുക്ക് ഫീൽ ചെയ്തില്ല. ചേട്ടൻ പറയുന്നത് കംപ്ലീറ്റ് ഒരു സൈഡ് മാത്രമേ പോയുള്ളൂ. സൈഡ് മാത്രമല്ല ചേട്ടാ, നൂല് അപ്പം നമ്മളെങ്ങനെയാണ് മാറുന്നത് പറഞ്ഞാൽ ആക്ച്വലി ആ ഫ്രണ്ട് ടയർ എടുത്ത് പാക്കിലിട്ടിട്ട് പുതിയ ടയേഴ്സ് ഫ്രണ്ടിലാണ് ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം അഴിച്ചു വെച്ചേക്കുന്നത്. ഈ ബെൻസ് വരെ ഓടിക്കാൻ പാടില്ല, ഈ സെറ്റ് വരെ. ഇതാണ് ബെൻസ് തന്നെ. ഈ ബെൻസ് വരെ ശരിക്കും ഓടിക്കാൻ പാടില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഉണ്ടാവുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ മറ്റേ നമ്മുടെ ടയർ പ്രഷർ സെൻസർ എന്ന് പറയുന്നത്. ശരി കാണാൻ കിട്ടില്ല, ഇതാണ് ബെൽറ്റ്. ഈ ബെൽറ്റ് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര ഓടിത്തീരണോ, ഇത്ര ഓടിത്തീർന്നിട്ട് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫ്രണ്ട് ടയർ കേട്ടോ. അതിന് അത്യാവശ്യം ഗ്രിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുമ്പം എത്രമാത്രം തേയ്മാനം വരും എന്നുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന ടയർ കേട്ടോ, ബാക്കിൽ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർന്നുമ്പോൾ ഇനിയും ഉടനെ തന്നെ വരേണ്ടി വരും ഇങ്ങോട്ട്. ബാക്കിൽ 2 ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആണ്. സോ നമ്മുടെ ഫ്രണ്ടിലൂടെ മാറും. ഇതാണ് പഴയ ടയറിൻ്റെ അവസ്ഥ, ഇതാണ് നമ്മുടെ പുതിയ ടയറിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ ടയർ 2 മാറി, അതായത് ബാക്കിലത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോകല്ല, നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, വീൽ ബാലൻസിങ് ആണ് ചെയ്തത്. അപ്പോൾ അതാണ്ട് അവിടെ കൊണ്ട് നമുക്ക് വീൽ അലൈൻമെൻറ്റൂടെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ അലൈൻമെൻറ്റും കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോകാം. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടിച്ചിട്ട് ഈ ഒരു ടയർ മാറിയതിൻ്റെ ഫീൽ എന്താണെന്നുള്ള പറയാം. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ശീലം ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ ഗ്യാരേജിൽ കൊണ്ട് പഴയ ടയറിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 2 ടയറൂടെ ഒന്ന് കൊണ്ടുപോയാൽ. അപ്പം നമ്മളിതാണ്ട് സ്പെക്ട്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വണ്ടിക്കകത്ത് കയറുമ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടി ഒരു ഹൈറ്റ് വന്നല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ റോഡിൽ ഗ്രിപ്പ് കിട്ടുന്ന പോലെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് ടയർ ഇപ്പോൾ തൻ്റെ ഫ്രണ്ട് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ബ്രേക്കിംഗ് ഒക്കെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യേണ്ട, ഇച്ചിരി കൂടെ ഓടിയിട്ട് ചെക്ക് ചെയ്യാം. എന്നാലും നല്ല സർവീസാണ്. ഇതുണ്ട് ഈ ഒരു റോഡിൻ്റെ സൈഡിലാണ് അവർ വരുന്നത്. സ്പോൺസേർഡ് ആഡല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ കൊണ്ട് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ടയറും ഒക്കെ മാറി ഇതാണ്ട് ഒരു ഡ്രിഫ്റ്റിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, കേരളത്തിലല്ലാത്ത. അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എന്താ, നോർമലി ഗിയർ ബോക്സ് എടുത്ത് ഡ്രൈവ് ചെയ്യുന്നെടുത്ത് ഗിയർ ബോക്സ് സ്പോർട്സ് മോഡിലേക്ക് ഇടും, ഇത് സ്പോർട്സ് പ്ലസിലിടും. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ മാത്രമല്ല, കുറച്ച് നേരം കൂടെ പിടിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും DSC, അതായത് കംപ്ലീറ്റ്ലി അത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യമേ നമ്മളിങ്ങനെ ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യും. പക്ഷേ 2 പശുക്കൾ നിൽപ്പുണ്ട്, ഇത്രയും കാലം ഇല്ലയെന്നാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റിങ് കാണാൻ വന്നിട്ട് കയറി നിൽക്കുന്ന പോലെ
പച്ചപ്പ് പുല്ലുണ്ടായിട്ട് അവർക്കത് പോരാ. അവർക്ക് ഈ ഡ്രിഫ്റ്റിംഗ് ഗ്രൗണ്ടിൽ തന്നെ വരണം. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഈ ഒരു രീതിയിൽ കറങ്ങി വരും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതുകൊണ്ടാണ് എൻ്റെ ടയർ എപ്പോഴും തീരുന്നത്. അങ്ങനെ ഇപ്പോൾ എപ്പോഴും തീരുമ്പോൾ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്നാൽ മതി. നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രിഫ്റ്റും ഒക്കെ കഴിഞ്ഞ് റോഡിൽ കയറിയിട്ടുണ്ട്. വണ്ടി എന്ത് സ്മൂത്താന്ന് നോക്കി. ആ കിടന്ന് കണ്ടം പൂട്ടിയ വണ്ടിയല്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. റോഡിൽ കയറിയ വളരെ സ്മൂത്താണ്. പിന്നെ റിയർ വീൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ വരും കേട്ടോ. ഫസ്റ്റ് ആ ഡ്രിഫ്റ്റ് ആയിരിക്കും, നിങ്ങൾ ഉറപ്പിച്ചോ. നമ്മൾ കുറച്ചെല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് പറയാമല്ലോ എന്ന് ഓർത്താണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ടയേഴ്സിനെ കുറിച്ചാണല്ലോ പറയുന്നത്. നമ്മൾ മാറിയത് നിങ്ങൾ കണ്ട പോലെ കോണ്ടിനെൻ്റൽ ഏതോ ഒരുത്തിന് അത്യാവശ്യമായിട്ട് വായുവിളക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവനെ കയറ്റി വിട്ടേക്കാം. ഇത് കൂട്ട് വണ്ടികൾ വളരെ കത്തിച്ച് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല പവറാണെന്ന് തോന്നുന്നല്ലോ അവനെ. ഓക്കെ, അട്ടിച്ച് വിടുക അണ്ണൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ടയേഴ്സിൻ്റെ കേസ് മറ്റേ കോണ്ടിനെൻ്റലിൻ്റെയാണ്. അതായത് പെരിലി മിഷ്ലിൻ പോലത്തെ വളരെ എക്സ്പെൻസീവ് അല്ല, എന്നാൽ ഏറ്റവും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ടയേഴ്സാണ്. നമ്മൾ റോഡിൽ കയറുമ്പോൾ കൃത്യമായിട്ട് കുറച്ചുകൂടെ സസ്പെൻഷൻ സ്മൂത്തായി നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സോഫ്റ്റ്നെസ് ഉള്ളതുകൊണ്ട് ഹൈ സ്പീഡ്സിലാണെങ്കിലും വളരെ സ്റ്റേബിളാണ്. ഞാനിത് മാറിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അന്നേരം വീഡിയോ കട്ട് ചെയ്തായിരുന്നല്ലോ. ഞാനിതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ വീണ്ടും ബാക്കി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു ടയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്പെക്ട്രം ടയേഴ്സിനാണെങ്കിലും ഇത് സ്പോൺസേർഡ് വീഡിയോ അല്ല, ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറച്ച് ഈ ടയേഴ്സ് കിട്ടി എനിക്ക് അവിടുന്ന്. ബാക്കിയുള്ളവർ പറഞ്ഞതിനേക്കാളും പെർ പീസ് 12,000 രൂപയ്ക്ക് അടുത്ത് കുറവുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞിട്ട് പോലും അല്ല, അല്ലാതെ തന്നെ കിട്ടിയൊരു ഡിസ്കൗണ്ടാണത്. അപ്പോൾ അത് നിങ്ങൾക്കും കിട്ടും, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ഇതിൻ്റെ കുറച്ച് നമ്മളൊരു ഡാഷ് ക്യാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്തു തരാം. അത് ഇന്ത്യയിലെ ബെസ്റ്റ് ഡാഷ് ക്യാമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ബാക്കി ചേഞ്ചസും ഒക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിത് സീരിയസ് ആയിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക് യു. ദിസ് ഈസ് യുവർ ദീപക് രാജ്, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ബൈ.